മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കാണ് വിദ്യാഭ്യാസ അവാർഡ് നൽകി അനുമോദിച്ചത്. മതിലകത്ത് നടന്ന ചടങ്ങിൽ E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. അവിടെ അന്ന് ജയിക്കുന്നവരുടെ എണ്ണമല്ല അന്ന് SSLC എൻ്റെ ക്ലാസ് ജയിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. 5 or 6 പേരാണ് ആകെ ജയിച്ചതല്ല. A+അല്ല, വലിയ മാർക്ക് കൊടുക്കുക. അന്ന് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എന്നൊക്കെ പറയുന്നുള്ളൂ, അല്ലാണ്ട് ഫുൾ A+ സംവിധാനത്തില്ല. അപ്പം വിരലിൽ എണ്ണാവുന്നവരാണ് ജയിക്കുന്നത്. ബാക്കി എല്ലാവരും എന്താ തോൽക്കുന്ന രീതിയിലാണ് ഉണ്ടായത്. പിന്നെ വലിയ മാർക്ക് കിട്ടിയ ആളുകളുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ബാച്ചിൽ തന്നെ വലിയ മാർക്ക് കിട്ടിയിട്ടുണ്ട്. 503 കിട്ടി. 503 മാർക്ക് എന്നുള്ള അതിഗംഭീരമായ മാർക്കാണ്. എനിക്കൊരു സ്കൂളിൽ അസംബ്ലിയിലോ എന്തോ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറം കുട്ടിക്ക് പ്രത്യേക പ്രാധാന്യം കിട്ടിയത്. ചിലപ്പോൾ പക്ഷേ ഫ്ലെക്സ് ഇല്ലാതൊന്നും അറിയുള്ളൂ. ഇപ്പൊ ഒരു ഫസ്റ്റ് ക്ലാസ് A+ കിട്ടിയ നിങ്ങളുടെ ചിത്രം ഞാൻ മിക്കവാറും നിങ്ങളെ കണ്ടാത്ത ചില ആളുകളിലേക്ക് പെട്ടെന്ന് പുറത്ത് പരിചയം വരുന്നത് എന്താണെന്നറിയാം. നമ്മുടെ നാടിൻ്റെ അഭിമാനമായി, സ്കൂളിൻ്റെ അഭിമാനമായി എന്നൊക്കെ പറഞ്ഞ് കൂടുതലേക്കുമ്പോൾ അല്ലേ, എന്നുവെച്ചാൽ എല്ലാ ആളുകളും നിങ്ങളെ ആദരിക്കുന്ന, സ്നേഹിക്കുന്ന പുതിയ രീതിയിലേക്ക് പറഞ്ഞിട്ടുള്ളത് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. MES അസ്മാബി കോളേജ് പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ സനന്ദ സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. A+ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ല. തീർച്ചയായും നിങ്ങളുടെ വലിയ ഹാർഡ് വർക്ക് അതിനുള്ളിലുണ്ട്. അതിനുള്ള അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് പല മേഖലയിൽ നിന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടാകും. അതുകൊണ്ട് ഒറ്റവാക്കിൽ നിങ്ങളെല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ആ വിഷയം ഞാൻ നിർത്തുന്നു. വാസ്തവത്തിൽ നിങ്ങൾ A+ കിട്ടാൻ യോഗ്യരാക്കിയ ഒന്ന് നിങ്ങളുടെ പ്രവർത്തനം ഒക്കെ ആണെങ്കിലും അതിനപ്പുറത്ത് അതിന് നിങ്ങളെ ഒരുക്കിയ മറ്റൊരു വിഭാഗം ആളുകളുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം നിങ്ങളുടെ രക്ഷിതാക്കൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഓരോ മെമെൻറ്റോയും വാസ്തവത്തിൽ അതിൻ്റെ അവകാശികൾ അവരുടെ മാതാപിതാക്കളാണ്. നമ്മൾ സാധാരണ പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഒക്കെ കൊണ്ട വെയിലും നനഞ്ഞ മഴയുമാണ് ഒരു വിദ്യാർത്ഥിയുടെ കരുത്ത് എന്നുള്ളത്. കാരണം നിങ്ങൾക്കതിനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കി തന്നത് അവരാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളെ ഒരുക്കിയ അധ്യാപകരാണ്, നിങ്ങളെ ഒരുക്കിയ വിദ്യാലയങ്ങളാണ്. ഒരുപക്ഷെ കേരളത്തിലല്ല മറ്റൊരു സ്ഥലത്തായിരുന്നെങ്കിൽ ഇത്രമേൽ വിജയം നേടാൻ നിങ്ങൾക്ക് സാധ്യമാകുമോ എന്നുള്ളത് സംശയമാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഉഫൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഹരിലാൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK പ്രേമാനന്ദൻ, പഞ്ചായത്ത് സെക്രട്ടറി KS രാമദാസ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. E.T. ടൈസൺ MLA, വിരമിച്ച അധ്യാപകരായ TS സജീവൻ, VK മുജീബ് റഹ്മാൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. You're watching True Line News.